വൈക്കത്തെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വരണം എന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ ജോണിച്ചനും റോസമ്മ ചേച്ചി ഇവരൊരു നല്ലൊരു എന്താ പറയുക ഒരു കപ്പിളാണ്. ഇവിടെ ഒരുപാട് കൃഷി, ഈ വീടിന് ചുറ്റും ഏതാണ്ടൊരു 3-4 ഏക്കർ അല്ലേ കൃഷിസ്ഥലം, അതായത് ജാതിക്കയൊക്കെ വളർത്തുന്ന ഒരു വീട്, വാഴ, തെങ്ങ്, ഫിഷ്. ഇവിടെ ഫിഷിന്റെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, കൾച്ചർ ഉണ്ടായിരുന്നു, ഹാച്ചറി ഉണ്ടായിരുന്നു. വലിയ മീനിനെയും ചെറിയ മീനിനെയും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം കുറച്ച് സമയക്കുറവ്, റിട്ടയർമെന്റ് പോലെ ആയി. എന്തായാലും മക്കളൊക്കെ വെൽ സെറ്റിൽഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല, ബോറടിച്ചു എന്ന് തോന്നുന്നു. പിന്നെ പക്ഷെ ഇപ്പോഴും കരിമീൻ ഇങ്ങനെ ഒരു അതിനെ പെറ്റായിട്ടാണ് വളർത്തുന്നത്. അതാണ് രസം. സാധാരണ കരിമീനിനെ ആൾക്കാർ പെറ്റായിട്ട് വളർത്താറില്ല. ഇവിടെ ആഫ്രിക്കൻ മുഷിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെറ്റായിട്ട് വളർത്തുന്നത് കരിമീനിന് ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന മീനാണെന്ന് പറഞ്ഞാൽ ആൾക്കാരെ തിരിച്ചറിയും. എന്നാലും ഒരു സ്നേഹം മനസ്സിലാവും. അതിന് സ്ഥിരമായ ആഹാരം കൊടുക്കുന്ന ആൾക്കാർ വരുമ്പോൾ കറക്റ്റ് സ്പോട്ടിൽ വരും. അതുകൊണ്ട് കരിമീനെ ഇവിടെ പിടിച്ച് കഴിക്കുമൊന്നുമില്ല ആരും. അതിനെ അങ്ങനെ കരിമീൻ കഴിക്കും, പക്ഷേ വളർത്തുന്ന കരിമീനെ കഴിക്കത്തില്ല. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ ഇന്ന് നല്ല എന്താ പറയുക, അവർ രണ്ടാളും കുക്കിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം ജോണിച്ചനും. അപ്പോൾ ഇന്ന് നമുക്കിവിടെ കക്ക ഇറച്ചി കിട്ടും അല്ലേ, കക്ക ഇറച്ചിയും കള്ളപ്പവും. കേട്ടിട്ട് തന്നെ എന്താ തോന്നുന്നു, കക്ക ഇറച്ചിയും കള്ളപ്പവും. അപ്പോൾ നമ്മളിപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ ശരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, ശരിക്കും അവൈലബിളുമാണ്. അപ്പോൾ കക്കയിറച്ചി ഇങ്ങനെ ഈ ഫോമിൽ തന്നെ കിട്ടുമല്ലേ, തോട് മാറ്റി അത് നമ്മൾ ചെയ്യണം. അപ്പോൾ കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഫോം ഇങ്ങനെ അവരൊന്ന് ആവി കയറ്റി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെച്ചേക്കും അല്ലേ, കൊട്ട പോലെ അതിലാക്കി വെച്ചേക്കും. കക്ക കൊട്ടയ്ക്കകത്ത് വരും. അപ്പൊ അങ്ങനെ അകത്തുനിന്ന് സാധനം ഇളക്കി കളയാം, അത്രേ ഉള്ളൂ. ഇത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന്, കാൽഷ്യം നിറച്ചുള്ള. അപ്പൊ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ? കക്ക ഇറച്ചി ഒലർത്ത്. കക്ക ഇറച്ചി ഒലർത്ത്. ഇത് എത്ര കിലോ? 1 കിലോ. ഇച്ചിരി ഉപ്പും വെള്ളം ഒഴിച്ച് മോള് വരെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അത് ഞാൻ ഊറ്റി വെച്ചിരിക്കുന്നതാണ്. തോട് പൊളിഞ്ഞാണ് വാങ്ങാൻ തന്നെ കിട്ടുന്നത്. അതിനെ വീണ്ടും വെള്ളം ഒഴിച്ച് അതിലിച്ചിരി ഉപ്പും ചേർത്ത് ഒന്ന് ഊറ്റി കളഞ്ഞ് അതിൻ്റെ ആ വെള്ളം കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിരിക്കും. അപ്പം കുറച്ചുകൂടെ ക്ലീൻ ആവും. തേങ്ങ അതായത് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തേങ്ങ. കുറച്ച് ഇളതാണോ? ഇളതാണ് നല്ലത് അല്ലേ. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ അല്ലേ, ഓക്കെ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില, വെളുത്തുള്ളിയും ഏതാണ്ട് ചെറുതായി അരിഞ്ഞത് 3 ടീസ്പൂൺ അല്ലേ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഓക്കെ, 4 പച്ചമുളക് 2 പിളർന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്തായാലും വേണം, കുറച്ച് വെള്ളം. അപ്പോൾ കുറേ കാര്യങ്ങളിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞ് ചേച്ചി ഇത് നന്നായിട്ട് വേകണം. അപ്പോൾ ഇത് വേകുന്നതിന് ഇച്ചിരി സമയം എടുക്കുമല്ലോ അല്ലേ, 10-15 മിനിറ്റ്. അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? കള്ളപ്പം ഉണ്ടാക്കും. കള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നാൽ മതി അതിൻ്റെ ആ കൂട്ടെന്താണെന്ന്. 2 കപ്പ് അരി, പിന്നെ പച്ചരി അത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുക. പിന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി, പിന്നെ 1 മുറി തേങ്ങ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചോറ് 3 ടേബിൾ സ്പൂൺ ചോറ്, പിന്നെ കള്ള് 1/2 കപ്പ് കള്ള്. ഇത്രയും സാധനം ഒരുമിച്ച് അരച്ച് കുഴച്ച് ഒരു 4 മണിക്കൂർ വയ്ക്കുക. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് ചുടുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഉപ്പും കൂടെ ചേർത്തൊന്നുകൂടെ ചേർത്തതൊന്ന് പൊങ്ങി വരും ഉടനെ തന്നെ. നേരത്തേക്ക് നമ്മൾ അങ്ങോട്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന. ഇത് 4 മണിക്കൂർ കഴിഞ്ഞ മാവാണ്. ഫെർമെന്റഡ് ആയിരുന്നു, നല്ല പൊങ്ങിയിരുന്നു. ഒന്ന് ഇളക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് അല്ലേ. അപ്പൊ കള്ളപ്പം ഒരുപാട് വേണ്ട അല്ലേ. ഇതാണോ പാകം? വേണ്ട. അതെ, ഇത് ഏതാണ്ട് ദോശ പോലെയല്ലേ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അല്ലേ, ഇച്ചിരി ഇത് വേണം. ഓക്കെ, ആയിക്കോട്ടെ.
ഇതിലിങ്ങനെ വരാവുള്ളൂ. ഇങ്ങനെയാവാം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലേ? ഇത്രയും പാകം. ഫ്രൈങ് പാൻ പോലെ ഒരു പരന്ന തവയിൽ ആണ് എണ്ണ തടവിയിട്ട് ഒരു തവി ഒഴിച്ച് അത് ഒലിച്ച് പോകുന്ന രീതിയിലല്ല, അത് ഇങ്ങനെ പതുക്കെയാണ് അതിൻ്റെ റൗണ്ടായി വരുന്നത്. പാത്രം അടച്ചു. ഇനി അതൊന്ന് ആകണം അല്ലേ? ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി വരുകയും ചെയ്തല്ല. ഇനി അങ്ങോട്ട് തിരിച്ചിടുന്നു. ഓക്കെ, വീണ്ടും മൂടി വയ്ക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ദോശ പോലെ, തട്ട് ദോശയൊക്കെ ചെയ്യുന്ന പോലെയാണ്. തിരിച്ച് മറിച്ച് വിട്ട് കണ്ടല്ലോ. അപ്പോൾ കള്ളപ്പം ആദ്യത്തത് റെഡിയായി കഴിഞ്ഞു. രണ്ടാമതും കോരി ഒഴിക്കുന്നു. അപ്പോൾ ഈ മാവ് തീരുന്നവരെ കള്ളപ്പം ഉണ്ടാക്കാൻ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. ചേട്ടനിവിടെ ചേട്ടനിവിടെ പിന്നെ ചുമതല ഏറ്റെടുത്തു. ഓക്കെ, ഫൈൻ. വെളിച്ചെണ്ണ, അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ കറിവേപ്പില ആദ്യം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി മൂന്നും കൂടി ചതച്ചൊരു ബൗൾ നിറച്ച്, ഇഞ്ചി കുറച്ച്, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി അതും കൂടി ഇട്ട് ഇളക്കുന്നു. ഇതിൻ്റെ കളറൊക്കെ മാറി കഴിയുമ്പോൾ 3 കാര്യങ്ങളിടും. മീറ്റ് മസാല, മുളക് പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഈ മീറ്റ് മസാല എന്നുള്ള കാര്യമേ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലേ? അതെല്ലാത്തിനും കോമൺ റെക്ടിഫയറാണ്. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള റെക്ടിഫയറാണ് ഇപ്പോഴത്തെ ഈ മീറ്റ് മസാല, ഫിഷ് മസാല. ഇച്ചിരി ചേർക്കുന്നുണ്ട് എല്ലാവരും തന്നെ ഈ ഭാഗത്തെല്ലാം. ആലപ്പുഴ ആണെങ്കിലും ഇപ്പോൾ കോട്ടയം സൈഡിലേക്ക് വന്നപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് മൂത്ത് തുടങ്ങി അല്ലേ? കളറ് മാറി തുടങ്ങി. മുളക് പൊടി എത്ര ഇട്ടേ? 2 ടീസ്പൂൺ നിറച്ച് ഹീറ്റ് പൊമിച്ച്. മീറ്റ് മസാല ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഇട്ടു. ഓക്കെ, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ അല്ലേ? നിറച്ച്. നല്ല എരിവൊക്കെ ഉണ്ടാവുമല്ലോ പോലെ. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ നല്ല നിറച്ചിട്ടു ഹീറ്റായിട്ട്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. പിന്നെ മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ. നല്ലതായിട്ട് ഉലർന്ന് വരണം അല്ലേ? നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇങ്ങനെ കിടക്കണം, എണ്ണ കിടന്നാകണം എന്ന് പറയുന്നത്. പാകത്തിന് ഉലർന്നല്ലോ അല്ലേ? അപ്പോൾ നന്നായിട്ട് ഉലർത്തി എടുത്തിട്ടുണ്ട്. വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുക. ഇവിടെ വിഭവങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം അറിയാൻ ആഗ്രഹം ഈ കക്കയിറച്ചിയുടെ വിശേഷം തന്നെയാണ്. ഒരു ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം, സൂപ്പറാണ്. കൊള്ളാം. ഗംഭീരം, നന്നായിട്ടുണ്ട്. വെരി നൈസ്. നല്ല മോനെ, ഇത് നല്ലതാ കേട്ടോ. ഇത് നല്ലതാ. കള്ളപ്പവും കക്കയിറച്ചി ഉലർത്തും. എന്താ സ്വാദം അറിയോ? ഇവിടെ ഒരുപാട് സാധനം. അവല് വിളയിച്ചത്, ഉണ്ണിയപ്പം, ചിക്കൻ കറി, എല്ലാ കാര്യമുണ്ട്. ഇവിടെ മത്തി പൊള്ളിച്ചത്, പെട്ടെന്ന് പൊള്ളിച്ചോണ്ട് വന്ന് പെട്ടെന്ന് പൊള്ളിച്ചോണ്ട് വെച്ചു മത്തിയും. അപ്പൊ എനിക്ക് തരാനായിട്ട് എത്ര ഐറ്റംസ് നോക്കും, ഒരുപാട് വിഭവങ്ങൾ. അപ്പൊ സൽക്കാര പ്രിയരാണ്. അതിഥികളെ എങ്ങനെ സ്വീകരിക്കുന്നു കണ്ടല്ലോ. നന്നായിട്ടുണ്ട്.